എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 10ാം ക്ലാസ് കുട്ടികളുടെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റിലെ 5ാമത്തെ ചാപ്റ്ററായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അല്ലെങ്കിൽ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, 5ാമത്തെ ചാപ്റ്ററാണ്, അല്ലെങ്കിൽ രണ്ടാം കൃതി സമവാക്യങ്ങൾ. അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഒരു രണ്ടാം കൃതി സമവാക്യം അല്ലെങ്കിൽ എന്താണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇക്വേഷൻസ്, അതിന് മുമ്പ് നമ്മൾ ഇക്വേഷൻസ് എന്താണെന്ന് നമ്മൾ 8ലും 9ലും പഠിച്ചിട്ടുണ്ട്. 8ലും ഇക്വേഷൻസ് എന്നൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. 9ലേക്ക് വരുമ്പോൾ പേഴ്സ് ഓഫ് ഇക്വേഷൻ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഡിഗ്രിയിലേക്കും കടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രണ്ടാം കൃതിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് സമവാക്യം അല്ലെങ്കിൽ എന്താണ് ഇക്വേഷൻ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. മക്കളെ, നമ്മൾ പഠിച്ച അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്രയ്ക്കകത്തൊക്കെ നമ്മൾ കുറേ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഓൾജിബ്രക് ടൈമിൻ്റെ ഇക്വേഷൻ എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി, അല്ലെങ്കിൽ എന്താണ് സമ്മിൻ്റെ ഇക്വേഷൻ എസ് എൻ ഈസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു എക്സ് എൻ പ്ലസ് എക്സ് എൻ. അപ്പോൾ എന്താണ് നമ്മളത് കാണാതെ പഠിച്ചല്ലേ അത്. അപ്പോൾ അത് കാണാതെ പഠിക്കുന്നതാണ് ഇക്വേഷൻ. അങ്ങനെ ആലോചിക്കരുത് മക്കളെ. ഒരു ഈക്വൽ സൈനും ഒരു വേരിയബിൾസും അതിൻ്റെ അകത്തുണ്ടെങ്കിൽ പ്രധാനമായും നമുക്കതിനെ ഇക്വേഷൻസ് പറയാം. എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ? എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ചരങ്ങൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2x ഈക്വൽ ടു 4, 2x ഈക്വൽ ടു 4. ഈക്വൽ സൈൻ ഉണ്ട്, പ്രധാനമായും ഈക്വൽ സൈൻ ഉണ്ട്, വേരിയബിളും ഉണ്ട്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെയാണ് നമ്മൾ ലെറ്റേഴ്സിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചരം എന്ന് പറയും. വേരിയബിൾ അല്ലെങ്കിൽ ചരം. അപ്പം ഒരു ഈക്വൽ സൈനും വേരിയബിളും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കാം? ഇക്വേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഇക്വേഷനാണ്. ഈക്വൽ സൈൻ ഉണ്ട്, വേരിയബിളും ഉണ്ട്. ഓക്കെ, ഇവിടെ തന്നെ നമ്മൾ ഇപ്പം ഇതിൻ്റെ വാല്യൂ കാണാൻ, ഈ എക്സിൻ്റെ വാല്യൂ കാണാൻ എക്സ് ഈസ് ഈക്വൽ ടു 4, ഈ 2 ഇവിടെ ഇൻറ്റു ചെയ്തേക്കാണ്, ഈക്വലിൻ്റെ അപ്പുറം പോയാൽ ബൈ 2. എക്സ് ഈസ് ഈക്വൽ ടു 4/2, 4/2 ആൻസർ 2 അല്ലേ? ഓക്കെ, അപ്പം 2നെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 4 കിട്ടുന്നു. 2 × 2 അല്ലടാ 4. അപ്പം ഇവിടെ എന്താണ്? എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച്. അപ്പോൾ ഇതൊരു ഇക്വേഷനാണ്. ഈക്വൽ സൈൻ ഉള്ളതുകൊണ്ട് അതിനെ എന്ത് പറഞ്ഞ്? ഇക്വേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ മക്കളെ, ഇനി അടുത്തത് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ 2x + 4. ഇവിടെ എന്തുണ്ട്? വേരിയബിൾ ടേം ഉണ്ട്, എന്നാൽ ഈക്വൽ സൈൻ ഉണ്ടാ. അപ്പോൾ ഇതെന്തല്ല? ഇതിനെ നമുക്ക് ഇക്വേഷൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഈക്വൽ സൈൻ ഉണ്ടെങ്കിലേ പ്രധാനമായും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റത്തുള്ളൂ? ഇക്വേഷൻ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നോക്കിക്കേ, 2x + 4 = 3 എന്ന് പറയുകയാണ്. അതൊരു ഇക്വേഷനാണ്. നമുക്ക് വേണേൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഈ 4നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ +4 -4 അങ്ങനെ ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും നോക്കേണ്ടത് ഇക്വേഷൻ എന്താണെന്നാണ് സാർ പറയുന്നത്. ഈക്വൽ സൈൻ കണ്ടാൽ, ഈക്വൽ സൈനും വേരിയബിൾസും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? വേരിയബിളും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് സെക്കൻഡ് ഡിഗ്രിയിലേക്ക് വരാം. മക്കളെ, സെക്കൻഡ് ഡിഗ്രിക്ക് മുമ്പ് ഇക്വേഷൻസിൻ്റെ അകത്ത് നിങ്ങൾ ഫസ്റ്റ് ഡിഗ്രി എന്താണെന്ന് പഠിക്കണം. ഫസ്റ്റ് ഡിഗ്രി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം നിങ്ങൾ ഫസ്റ്റ് ഡിഗ്രി എന്നും പറഞ്ഞ് പഠിച്ചിട്ടില്ലെങ്കിലും മക്കൾ പഠിച്ചിട്ടുള്ള സോൾവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം ഫസ്റ്റ് ഡിഗ്രികളാണ്. നമ്മൾ 8ലും 9ലും ഒക്കെ പഠിച്ച് സോൾവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം എന്താണ്? ഫസ്റ്റ് ഡിഗ്രിയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ 2x = 4, x = 4/2, എക്സിൻ്റെ ആൻസർ 2. പെട്ടെന്ന് പറയാൻ പറ്റത്തില്ലേ? അതെന്ത് ഡിഗ്രിയാണ്? ഫസ്റ്റ് ഡിഗ്രിയാണ്. ഇനി എന്താണ് ഫസ്റ്റ് ഡിഗ്രി എന്ന് സാറ് പറയാം. കാരണം നമ്മൾ വേരിയബിൾ എന്ന് പറഞ്ഞില്ലേ, ഒരു ഈക്വൽ സൈൻ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഇതൊരു ഇക്വേഷനാണ്. ഈക്വൽ സൈൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതൊരു ഇക്വേഷനാണ്, ഇത് ഇക്വേഷനാണ്, ഇത് ഇക്വേഷനാണ്, ഇത് ഇക്വേഷൻ അല്ല, ഈക്വൽ സൈൻ ഇല്ല. അപ്പോൾ ഇവിടെ രണ്ടിടത്തും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈക്വൽ സൈനും ഉണ്ട്, എന്തുണ്ട്? വേരിയബിളും ഉണ്ട്, ചരവും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ഇനി ഇവിടെ വന്നേക്കുന്ന ചരം അല്ലെങ്കിൽ വേരിയബിൾ, അതിൻ്റെ പവർ നമ്മൾ നോക്കണം. ഒരു വേരിയബിളിൻ്റെ പവർ നോക്കുക. പവർ എന്ന് പറഞ്ഞാൽ ആ വേരിയബിൾ ഒരു പവർ കാണുന്നില്ലെങ്കിൽ, അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 3², ഇത് നമ്പറാണ്, ഇതിനാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഇപ്പം x², എക്സ് ആണ്, വേരിയബിളാണ്, ഇതാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. ഇപ്പോൾ 5³ ഇതാണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ, ഈ ഒരു ഇക്വേഷനിൽ നോക്കിയാൽ ഈക്വൽ സൈൻ ഉള്ളതുകൊണ്ട് ഇക്വേഷനാണ്. ഇവിടെ എക്സിൻ്റെ പവറായിട്ട് ഒന്നും കാണുന്നില്ല. അപ്പം അവിടെ പവർ എന്താണ്? 1 ആണ്. 0 ആണെന്ന് ആലോചിക്കരുത്. കാരണം എന്തിൻ്റെയും പവറായി 0 വന്നാൽ ഉത്തരം എന്താണ്? 1 ആണ്. എനി നമ്പർ റൈസ്ഡ് 0 ഈസ് 1. ഏതൊരു നമ്പറിൻ്റെ പവറായി 0 വരത്തില്ല. ഒന്നുമില്ല എന്ന് വിചാരിച്ച് 0 അല്ല, അവിടുത്തെ പവർ എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പം എക്സിൻ്റെ പവർ 1. ഇവിടെ നോക്കുക,
ഇവിടെയും ഇതൊരു ഇക്വേഷനാണ്. അവിടെയും എക്സിൻ്റെ പവറായി ഒന്നും കാണുന്നില്ല. എക്സിൻ്റെ പവർ എന്താണ്? 1 ആണ്. അങ്ങനെ എക്സിൻ്റെ പവർ 1 വരുന്നതിന് നമ്മൾ പറയുന്നതാണ് ഫസ്റ്റ് ഡിഗ്രി. എക്സിൻ്റെ പവർ ഇതിനെയൊക്കെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുന്നത്. 5 ഇവിടെ പവർ 3 അല്ലേ. അതുപോലെ എക്സിൻ്റെ പവർ 1 വരുമ്പോൾ നമ്മൾ അതിനെ പറയുന്നതാണ് എന്ത് ഡിഗ്രി? ഫസ്റ്റ് ഡിഗ്രി. സാർ എക്സാമ്പിൾ എഴുതാം. ഇപ്പോൾ വേറെ നമ്മൾ എഴുതാം 3x + 2 = 4. ഇപ്പം ഇവിടെ എക്സിൻ്റെ പവറായി എന്ത് വരുന്നത്? ഈ അടുത്ത് കിടക്കുന്ന നമ്പർ ആലോചിക്കുന്നത് കോഎഫിഷ്യൻ്റ് ആണ്. കോഎഫിഷ്യൻ്റ് കാര്യമല്ല നമ്മൾ പറയുന്നത്, നമ്മളിത് പവറാണ് പറയുന്നത്. പവർ 1 ആണ്. എടാ പവർ 1 വരുന്ന ഇക്വേഷനുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ 1 ആയതുകൊണ്ട് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. വേറെ സാറിൻ്റെ എക്സാമ്പിൾ ഇവിടെ എഴുതിയാൽ ഇപ്പോൾ 3 ഇപ്പോൾ ഒരു 4ാമതൊരു എക്സാമ്പിൾ സാർ ഇവിടെ എഴുതുകയാണ്. നോക്കുക 5x² + 10x = 2. ചുമ്മാ ഒരു ഇക്വേഷൻ എഴുതി. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പവർ എത്ര? ഈ ഇക്വേഷനിൽ ഇതൊരു ഇക്വേഷനാണ്, ഈക്വൽ സൈൻ ഉള്ളതുകൊണ്ട് എക്സിൻ്റെ പവർ 2 ആണ്. പക്ഷെ ശ്രദ്ധിച്ചാൽ എക്സിൻ്റെ പവർ ഇവിടുത്തെ പവർ വെറും എക്സ് എന്ന് വന്നാൽ x⁻1 എന്നല്ലേ. ഈ ഇക്വേഷനിൽ നോക്കിയാൽ എക്സിൻ്റെ പവർ 2 ഉണ്ട്, എക്സിൻ്റെ പവർ 1 ഉണ്ട്. അപ്പം ഏറ്റവും വലിയ പവർ ഏതാ? 2 അല്ലേടാ വലിയ പവർ. 1നേക്കാൾ വലിയ പവർ 2 അല്ലേ. അപ്പോൾ പവർ ഏറ്റവും ഹയസ്റ്റ് പവർ നോക്കിയാണ് നമ്മൾ ഏത് ഡിഗ്രി ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏത് കൃതിയാണെന്ന് പറയുന്നത്. പവർ ഇവിടെ 2 ആണ്. ഈ ഇക്വേഷനിൽ ഏറ്റവും വലിയ പവർ 2 ആയതുകൊണ്ട് ഇത് എന്ത് ഡിഗ്രിയാണ്? ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇതൊക്കെ ആരാ? ഇത് ഫസ്റ്റ് ഡിഗ്രിയാണ്. ഇതും എന്താണ്? ഫസ്റ്റ് ഡിഗ്രിയാണ്. ഇത് ഏത് ഡിഗ്രിയാണ്? സെക്കൻഡ് ഡിഗ്രി. മക്കളെ ഇപ്പം അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ x² + 2x = 4. ഇവിടെ എക്സിൻ്റെ പവർ ഇതൊരു ഈക്വൽ സൈൻ ഉള്ള ഇക്വേഷനാണ്. എക്സിൻ്റെ പവർ 2 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും ഹയസ്റ്റ് പവർ ഏതാണ്? 2 ആണ്. അപ്പോൾ ഇത് ഏത് ഡിഗ്രിയാണ്? ഇതും എന്ത് ഡിഗ്രി ഇക്വേഷനാണ്? സെക്കൻഡ് ഡിഗ്രിയാണ്. നമ്മൾ പറഞ്ഞ പോലെ സെക്കൻഡ് ഡിഗ്രി വരും. ഓക്കെ. അപ്പോൾ ഇത് ഫസ്റ്റ് ഡിഗ്രി. 1ാമത്തത് ഫസ്റ്റ് ഡിഗ്രിയാണ്, 2ാമത്തത് ഫസ്റ്റ് ഡിഗ്രി, 3ാമത്തത് ഫസ്റ്റ് ഡിഗ്രി, 4ാമത്തത് സെക്കൻഡ് ഡിഗ്രി, 5ാമത്തത് എന്താണ്? സെക്കൻഡ് ഡിഗ്രി. ഓക്കെ. ഇനി ശ്രദ്ധിക്കേണ്ടത് വേറെ സാറ് പറയാം. ഇപ്പം 6x³ + 2x² + x = 2. ഇവിടെ 6x³ ഇവിടുത്തെ എക്സിൻ്റെ പവർ എത്രയാണ്? 3 ആണ്. ഇവിടെ 2 ഉണ്ട്, ഇവിടുത്തെ എക്സിൻ്റെ പവർ 1. ഈ ഒരു ഇക്വേഷനിൽ ഈക്വൽ സൈൻ ഉള്ളതുകൊണ്ട് ഇക്വേഷനാണ്, വേരിയബിൾസും ഉണ്ട്. ഈ ഒരു ഇക്വേഷനിൽ ശ്രദ്ധിച്ചാൽ എക്സിൻ്റെ മാക്സിമം പവർ 3 ആണ്. അതുകൊണ്ട് ഇത് ഏത് ഡിഗ്രിയാണ്? ഇത് മക്കളെ തേർഡ് ഡിഗ്രി. പക്ഷെ നമുക്ക് ഏത് ഡിഗ്രി പഠിച്ചാൽ മതി? ഏത് ഡിഗ്രി വരെ പഠിച്ചാൽ മതി? സെക്കൻഡ് ഡിഗ്രി വരെ പഠിച്ചാൽ മതി. നമുക്ക് സെക്കൻഡ് ഡിഗ്രി, ഫസ്റ്റ് ഡിഗ്രി ഒന്ന് ഓർത്തിരിക്കുക, സെക്കൻഡ് ഡിഗ്രിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഒരു ഇക്വേഷനിൽ വേരിയബിൾ അല്ലെങ്കിൽ എന്താണ് ചരത്തിൻ്റെ പവറായി എന്ത് വന്നാൽ 2 വന്നാൽ അതിനെ പറയുന്നതാണ് എന്ത്? ആ ഇക്വേഷനെ എന്ത് വിളിക്കാം? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇനി വേരിയബിളിൻ്റെ പവർ 1 ആണെങ്കിൽ നമ്മൾ പണ്ട് പോലെ ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. വേരിയബിളിൻ്റെ പവർ 1 ആണെങ്കിൽ അതിനെ പറയുന്നത് എന്ത് മക്കളെ? ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. ഓക്കെ. അപ്പം ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായി, ഫസ്റ്റ് ഡിഗ്രി മനസ്സിലായി, സെക്കൻഡ് ഡിഗ്രി മനസ്സിലായി. ക്ലിയർ അല്ലേ മക്കൾ? ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എല്ലാം ശ്രദ്ധിച്ചാൽ മതി. ഇക്വേഷനിൽ നമ്മൾ ആദ്യം പറഞ്ഞ് ഈക്വൽ സൈൻ വേണം. അപ്പോൾ അത് ഇക്വേഷനായി. ഇനി ആ ഈക്വൽ സൈൻ ഉള്ള ഒരു ഇക്വേഷനിൽ പവർ 1 വന്നാൽ ഫസ്റ്റ് ഡിഗ്രി, പവർ 2 വന്നാൽ സെക്കൻഡ് ഡിഗ്രി. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഒരു വേരിയബിളെ യൂസ് ചെയ്യത്തുള്ളൂ. സെക്കൻഡ് ഡിഗ്രിയിലും ഫസ്റ്റ് ഡിഗ്രിയിലും എല്ലാം ഇവിടെ തന്നെ എക്സ് മാത്രമേ ഉള്ളൂ, ഇവിടെയും എക്സുകളേ ഉള്ളൂ. ഏതെങ്കിലും ഒരു വേരിയബിളെ യൂസ് ചെയ്യാവുള്ളൂ. സാറിപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ സാറേ എക്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലല്ലോ, അതേ നോക്കിയോ. ഇപ്പം y² + 2y = 5. ഇവിടുത്തെ വേരിയബിൾ ആരാ? y ആണ് ഇവിടുത്തെ വേരിയബിൾ. വേരിയബിളിൻ്റെ പവർ 2 ആണ്. ഇവിടെ വൈക്ക് പവർ ഒന്നുമില്ലെങ്കിൽ അതെന്താണ്? 1 ആണെന്നറിയാമല്ലോ. ഓക്കെ. y⁻1 ആണ്, അതാണ് y എന്ന് പറയുന്നത്. ഇപ്പം 2 എന്ന് പറഞ്ഞാൽ 2⁻1 ആണ്. ഇനി 2² പിന്നെ എന്താണ്? 2ൻ്റെ പവറായിട്ട് 2 വരുന്നുണ്ട്. 2² എന്ന് മനസ്സിലാക്കാം. പവർ ഒന്നുമില്ല എങ്കിൽ 2 എന്ന് മാത്രം കിടന്നാൽ 2⁻1 ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇവിടെ y എന്ന് മാത്രം കിടന്നാൽ y⁻1 ആണ്. ഈക്വൽ സൈൻ ഉള്ളതുകൊണ്ട് ഇക്വേഷനാണ്, വേരിയബിളും ഉണ്ട്, അതുകൊണ്ട് ഇക്വേഷൻ ആണെന്ന് ഉറപ്പിക്കാം. ഈക്വൽ സൈനും ഉണ്ട്, വേരിയബിളും ഉണ്ട്, ഇക്വേഷൻ ആണെന്ന് ഉറപ്പിച്ച് ഇനി ഏത് ഡിഗ്രി ആണെന്ന് നോക്കുമ്പോൾ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പം ഹയസ്റ്റ് പവർ ഏതാ? 2 അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് ഏത് ഡിഗ്രിയാണ്? ഇത് ഏത് ഡിഗ്രി ഇക്വേഷനാണ്? ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഓക്കെ. ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലരുടെ കണ്ടത് ഇവിടേക്ക് പോകും. ഇത് പവർ അല്ലടാ, കോഎഫിഷ്യൻ്റ് ആണ്. അത് നോക്കി സെക്കൻഡ് ഡിഗ്രി ആണെന്നൊന്നും പറയരുത്. ഓക്കെ. ഇപ്പോൾ
ഉദാഹരണം ശ്രദ്ധിക്കുക, 3y² + 4y = 6. ചുമ്മാ ഒരു എക്സാമ്പിൾ എഴുതുക. 3y² + 4y = 6. മക്കളെ ഇവിടെ ശ്രദ്ധിച്ചാൽ ഇവിടുത്തെ വേരിയബിൾ ഉണ്ട്, ഈക്വൽ സൈൻ ഉണ്ട്. അതുകൊണ്ട് ഇത് ഇക്വേഷനാണ്. ഏറ്റവും മാക്സിമം പവർ 2 ആണ്. അതുകൊണ്ട് എന്ത് ഡിഗ്രി ആയത്? സെക്കൻഡ് ഡിഗ്രി ആണിത്. അപ്പോൾ ഇവർ രണ്ടുപേരും സെക്കൻഡ് ഡിഗ്രി ആണ്. പിന്നെ വരുമ്പം ഏതെങ്കിലും ഒരു വേരിയബിളെ യൂസ് ചെയ്യാവുള്ളത്. ഇവിടെ ഒന്നില്ലെങ്കിൽ എക്സ് അല്ലെങ്കിൽ വൈ, ലെറ്ററിൽ ഏതും യൂസ് ചെയ്യാം. എല്ലാം വേരിയബിൾസ് ആണ്, എക്സ് അല്ലെങ്കിൽ വൈ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന എക്സും വൈയും ആണ്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈക്വൽ സൈൻ ഉണ്ടെങ്കിൽ അതൊരു ഇക്വേഷനാണ്. ഇനി ഈക്വൽ സൈനും വേരിയബിളും വരികയും ചെയ്ത് ഇനി അവിടെ വന്ന വേരിയബിളിൻ്റെ പവർ 1 വന്നാൽ അത് ഒരു ഇക്വേഷനിലെ വേരിയബിളിൻ്റെ പവർ 1 വന്നാൽ അത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. ചരത്തിൻ്റെ പവറായി 1 വന്നാൽ അത് ഫസ്റ്റ് ഡിഗ്രി, വേരിയബിളിൻ്റെ പവർ 2 വന്നാൽ സെക്കൻഡ് ഡിഗ്രി, വേരിയബിളിൻ്റെ പവർ 3 വന്നാൽ തേർഡ് ഡിഗ്രി. തേർഡ് ഡിഗ്രി നമുക്ക് പഠിക്കാനില്ല, ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ്. ഓക്കെ, അത്രയും തേർഡ് ഡിഗ്രി അത്രയും ഡീപ്പിലേക്ക് നമ്മൾ പഠിക്കേണ്ട. ഇനി ശ്രദ്ധിക്കേണ്ടത് വേരിയബിൾസ്, യൂസ് ചെയ്യുന്ന വേരിയബിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു ഇക്വേഷനിൽ എക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫുൾ എക്സ് ആയിരിക്കും. ഓക്കെ, ഒരു വേരിയബിൾ തന്നെ നിൽക്കണം. അപ്പം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇനി നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോമും എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ പറയാം. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോം പറയാൻ പോവുകയാണ്. ഇതിപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. x² + 2x + 1 = 0. ഒരു സെക്കൻഡ് ഡിഗ്രിയാണ്, ഈക്വൽ സൈൻ ഉണ്ട്, വേരിയബിൾ ടേംസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഓൾജിബ്ര എഴുതുമ്പോൾ xn = കണ്ടുപിടിച്ചപ്പം 3n + 2 എന്നൊക്കെ ഉത്തരം വന്നില്ലേ? 3n + 2 അല്ലെ, xn = 2n + 3. ഇങ്ങനെയൊക്കെ നമുക്ക് കുറേ ആൻസറൊക്കെ കിട്ടിയില്ലേ? നമ്മൾ അതിൻ്റെ ജനറൽ ഫോം എന്താ പഠിച്ചേക്കുന്നത്? xn = an + b. ഇതല്ലേ ഒരു ഓൾജിബ്രക് ഫോം, അല്ലെങ്കിൽ ആ ഒരു ഓൾജിബ്രയുടെ ജനറൽ ഫോമാണിത്. എന്ന് വെച്ചാൽ ഏതൊരു ഓൾജിബ്ര എഴുതിയാലും ഒരു n ടേമും വരും, പിന്നെ ഒരു നമ്പർ ടേമും വരും. അതിനെയാണ് നമ്മൾ ജനറൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം a + b² നമ്മൾ പഠിക്കുന്നത് a² + 2ab + b². നമ്മളവിടെ ഒരു പ്രോബ്ലം വന്നാൽ x + 2² കാണാൻ പറഞ്ഞാൽ നമ്മൾ ആ പഠിച്ച ജനറൽ ഫോം a + b² ഐഡിയ വെച്ചല്ലേ x + 2² നമ്മൾ ആൻസർ കാണുന്നത്. അതുപോലെ എല്ലാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിനും ഒരു ജനറൽ ഫോം ഉണ്ട്. ഓക്കെ, എടാ നമ്മുടെ സ്പടിക സിനിമയ്ക്കകത്ത് തിലകം പറയത്തില്ലേ? ഒരു കുട്ടിയോട് ചോദിക്കത്തില്ലേ എന്താണ് ദ്വിമാന സമവാക്യത്തിൻ്റെ സാമാന്യ രൂപം പറയണമെന്ന് പറയത്തില്ലേ? അപ്പോൾ ബാലു എണ്ണീച്ച് പറയും. ബാലു എന്ന് പറഞ്ഞൊരു കുട്ടി വേണ്ടിയിട്ട് പറയുന്നത് ax² + bx + c = 0. അല്ലെ, ax² + bx + c = 0. a = 0 അല്ല, a 0 ആകത്തില്ല. ഇതിനെയാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ജനറൽ ഫോം ഓഫ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്തെങ്കിലും എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ x² എന്ന് പറഞ്ഞ കമ്പോണൻ്റ് അവിടെ ഉണ്ട്. ഇനി എക്സ് ഉണ്ട്. ഈ 2 എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഇവിടെ 2 ആണ്. ചില പല ക്വസ്റ്റ്യൻ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾ മിക്കപ്പോഴും പ്രോബ്ലത്തിൽ എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന വേരിയബിൾ എക്സ് തന്നെ ആയിരിക്കും. അപ്പം x² 2x 1 = 0. ഇത് കാണുമ്പോൾ പറയുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെന്ന്. അപ്പോൾ ഇവിടെ x² ടേം ഉണ്ട്, എക്സ് ടേം ഉണ്ട്, ഒരു നമ്പർ ടേം ഉണ്ട്, = 0. ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോം. അപ്പം ഇവിടെ a എന്ന് കൊടുക്കാൻ കാരണം x² കൂടെ ചില പ്രോബ്ലത്തിൽ നമ്പേഴ്സ് മാറി മാറി വരും. അതാണ് അവർ a എന്ന് ഇട്ടേക്കുന്നത്. നമ്പർ ഏതും വരാം. ഇപ്പോൾ ഇവിടെ തന്നെ എക്സിൻ്റെ കൂടെ b എന്നിടാൻ കാരണം ഇപ്പോൾ ഇവിടെ 2x വന്നെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും 2x വരണമെന്നില്ല. ചില പ്രോബ്ലത്തിൽ ചിലപ്പോൾ x² + 5x അങ്ങനെയൊക്കെ ആയിരിക്കും. അതുപോലെ +1 അവിടെ c എന്ന് കൊടുക്കാൻ കാരണം ആ നമ്പർ മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ചിലപ്പോൾ ചില പ്രോബ്ലത്തിൽ ആ 1 മാറി ചിലപ്പോൾ 5 എന്ന് വല്ലതൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ പഠിക്കുന്നത്? ഒരു ജനറൽ ഫോമാണ് ax² + bx + c. x²ൻ്റെ കമ്പോണൻ്റ് ഉണ്ട്, എക്സിൻ്റെ കമ്പോണൻ്റ് ഉണ്ട്, അല്ലാത്തൊരു കോൺസ്റ്റൻറ്റ് ഒരു നമ്പർ കമ്പോണൻ്റ് ഉണ്ട്, = 0. ഇതാണ് ഒരു സെക്കൻഡ് ഡിഗ്രിയുടെ എന്താണ് ജനറൽ ഫോം. മക്കളിനി ശ്രദ്ധിക്കേണ്ടത് സാറി പിന്നെ a ≠ = 0 എന്ന് പറയാൻ കാരണം a 0 ആയാൽ 0 × x² അതെന്തായി പോവും? 0 ആയി പോവും. എടാ a 0 ആയാൽ a ഇവിടെ 0 ആയാൽ 0 × x² എന്ന് പറയുമ്പോൾ 0 ആകത്തില്ലേ? അപ്പോൾ ഈ ടേം അങ്ങ് പോകത്തില്ലേ? പിന്നെ എക്സ് ടേമും കോൺസ്റ്റൻറ്റും അല്ലേ ഉള്ളു. x² ടേം ഉണ്ടെങ്കിലല്ലേ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. x² ടേം ഇല്ലാതെ ഈക്വൽ സൈൻ ഉണ്ട്, വേരിയബിളും ഉണ്ട്, എക്സിൻ്റെ പവർ 2 ആണെങ്കിലല്ലേ സെക്കൻഡ് ഡിഗ്രി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അത് ആ കമ്പോണൻ്റ് അങ്ങ് പോയാൽ പിന്നെ സെക്കൻഡ് ഡിഗ്രി എന്ന് വിളിക്കാൻ പറ്റുക? അതാണ് അവിടെ ബാലു പറയുമ്പോഴും പറയുന്നത് a = 0 അല്ല, a 0 ആകത്തില്ല എന്ന് പറയത്തില്ലേ? ആ സിനിമയ്ക്കകത്ത് പറയുന്നതാണ്. അപ്പം അവിടെ ഇതാണ് ആ കുട്ടി എണ്ണീറ്റ് എന്ന് പറയുന്നത് ax² + bx + c = 0. a 0 ആകത്തില്ല കാരണം a 0 ആയാൽ പിന്നെ എന്തല്ല, a 0 ആയാൽ അത് സെക്കൻഡ് ഡിഗ്രി ആകത്തില്ല. കാരണം 0 × x². അപ്പം 0 × എന്ത് ചെയ്താലും ആൻസർ 0 ആണ്.
ഇപ്പോൾ സാറ് കുറച്ച് ഇക്വേഷൻ എഴുതാം സെക്കൻഡ് ഡിഗ്രി ആണോ എന്ന് പറയണം. എന്തേ ഇപ്പം x² + 4x + 4 = 0. നോക്കുക, ഇതേ x² കമ്പോണൻ്റ് ഉണ്ട്, എക്സ് കമ്പോണൻ്റ് ഉണ്ട്, കോൺസ്റ്റൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു നമ്പർ ഉണ്ട്, =0. ഇതെന്താണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണിത്. ഓക്കെ. രണ്ടാമത്തത് ഇതേ ഒരെണ്ണം എഴുതിയാൽ x² + 10x = 0. ഓക്കെ. ഇത് കാണുമ്പോൾ സെക്കൻഡ് ഡിഗ്രി ആണോ അല്ലേ എന്നൊരു ഡൗട്ട് വരും. ചിലർ തോന്നും x² ഉണ്ട്, x² ടൈം ഉണ്ട്, ജനറൽ ഫോമിലുള്ള പോലെ x² ടൈം ഉണ്ട്. എന്താണ് ഇവിടുത്തെ ax² + bx + c എന്നല്ലേ? x² കൂടെ വരുന്നതാണ് x² കൂടെ ഇവിടെ ആരും ഇല്ലാന്ന് തോന്നും, പക്ഷേ 1 ഉണ്ട്. ഇവിടുത്തെ a1 ആണ്, ഇവിടുത്തെ a1 ആണ്. ഇവിടുത്തെ b എക്സിൻ്റെ കൂടെ നിൽക്കുന്ന കമ്പോണൻ്റ് ആണ് b, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ആരാ? b10 ആണ്. അപ്പോൾ ഇവിടെ ഈക്വൽ സൈൻ, ഇവിടെ ഈക്വൽ വന്നിട്ടുണ്ട്, 0 0. ഓക്കെ, സി കാണുന്നില്ല. അപ്പോൾ നമുക്ക് സി എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ഇല്ല. ഇതേ ജനറൽ ഫോമിൽ ഒരു സി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇവിടെ ഇല്ലല്ലോ എന്ന് ആലോചിക്കും. പക്ഷേ മക്കളെ സി ഇല്ലാന്ന് തോന്നും, പക്ഷേ അത് ദേ സി വരച്ച് സാർ എഴുതി കാണിച്ചു തരാം. x² + 10x + 0 = 0 എന്ന് എഴുതിക്കൂടെ? സി, ഇവിടുത്തെ സി എന്താണ്? സി ഇല്ലാത്ത പോലെ തോന്നുന്നവിടെ മറഞ്ഞു കിടക്കുകയാണ്. ആ സി 0 ആണ്. ഓക്കെ, ഒരു സി ഉണ്ട്, 0 ആണത്. ഇവിടുത്തെ സി എന്താണെന്ന് ആലോചിച്ചാൽ മതി, 0 ആണ്. ഓക്കെ, വേറെണ്ണം സാർ എഴുതാം. ഇതേ x² = 0 എന്ന് എഴുതണം. x² = 0. അപ്പോൾ ഇവിടെ നോക്കിയാൽ x² = 0. ഇവിടെ ax² + bx + c. ax² നോക്കുമ്പോൾ ഇവിടെ x² കമ്പോണൻ്റ് ഉണ്ട് മക്കളെ. ഒരു ഈക്വൽ സൈനും ഒരു വേരിയബിളും അതിൻ്റെ പവറായി രണ്ടും വന്നാൽ അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയി കഴിഞ്ഞ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, സാറേ എക്സ് ടൈം ഇല്ലല്ലോ, സി ആയിട്ടുള്ള ഒരു നമ്പർ ടൈം ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ നമ്മൾ ഇതിനെ എഴുതുന്ന മറ്റൊരു രീതിയാണിത്. ഇതേപോലെ ഇതിനെ മാറ്റി എഴുതിയില്ലേ ഇതിന്, അതുപോലെ എഴുതുന്നതാണ്. x² ഒരു x² പ്ലസ് എക്സ് ടൈം എഴുതണം. നമുക്ക് എന്ത് എഴുതാം? ബി എന്താണ്? 0 ആണ്. 0x + 0 = 0. ഇതിനെ ഇങ്ങനെ വേണേൽ മാറ്റി എഴുതാൻ പറ്റും, നമുക്ക് അങ്ങനെ എഴുതാം. എന്ന് വെച്ചാൽ x² കമ്പോണൻറ്റ് മാത്രമല്ല, അവിടെ എക്സ് കമ്പോണൻ്റ് ഉണ്ട്. പക്ഷേ എക്സിൻ്റെ കൂടെ വരുന്ന ആൾ അല്ലെങ്കിൽ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 0 ആയി പോയതുകൊണ്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റാത്തത്. 0x എന്ന് പറഞ്ഞാൽ 0 അല്ലേ? 0 × x എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുകൊണ്ട് നമ്മളിവിടെ എഴുതാത്തത്. ഇനി പ്ലസ് സി ആരാണ്? അതും 0 ആണ്. അതുകൊണ്ടാണ് നമ്മൾ എഴുതാതിരുന്നത്. ഇതെന്നും പറഞ്ഞ് എന്താണ് സെക്കൻഡ് ഡിഗ്രി ആകാതിരിക്കുന്നില്ല, ഇതും സെക്കൻഡ് ഡിഗ്രി ആണ്. ഓക്കെ, ഇനി സാറേ എക്സ് എന്താണ്? ആദ്യം സിയെ നമ്മൾ 0 ആയിട്ട് ആലോചിച്ച്, ഇപ്പോൾ അതെ a1 ആണ്. ഇവിടുത്തെ x² കൂടെ 1 ഉണ്ട്. a1 ആണ്, b 0 ആണ്, സിയും 0 ആണ്. ഓക്കെ, അപ്പം ഇവിടെ ബിയും സിയും ഒക്കെ 0 ആകാം. എന്നാലും എയുടെ കമ്പോണൻ്റ് അല്ലെങ്കിൽ x² കമ്പോണൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ സെക്കൻഡ് ഡിഗ്രി എന്ന് വിളിക്കാൻ പറ്റും. പക്ഷേ ഈ എയും കൂടെ 0 ആയാൽ, എയും കൂടെ 0 ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പോണൻ്റ് അങ്ങ് പോവും. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആദ്യത്തെ കമ്പോണൻ്റായ ഈ എ ഉണ്ടല്ലോ, ax² എ എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻ്റ് ഇല്ല എന്ന് വിചാരിക്കുക. ആ എ എന്ന് പറയുന്നൊരു കമ്പോണൻ്റ് ഇല്ല എങ്കിൽ അതെന്താകുന്നില്ല, അവിടെ 0 വന്നാൽ അത് സെക്കൻഡ് ഡിഗ്രി ആകത്തില്ല. കാരണം 0 × x² 0 ആണ്, എ 0 ആകത്തില്ല. കാരണം എ 0 ആയാൽ ആ ടേം തന്നെ അങ്ങ് പോവുകയാണ്. ആ ടേം തന്നെ പോയാൽ അതിനെ സെക്കൻഡ് ഡിഗ്രി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു ടേം ഉള്ളത് കൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് സെക്കൻഡ് ഡിഗ്രി ആണ്, ഇത് സെക്കൻഡ് ഡിഗ്രി ആണ്, ഇത് സെക്കൻഡ് ഡിഗ്രി ആണ്. x² കമ്പോണൻ്റ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. x² എന്ന് പറഞ്ഞാൽ ഒരു ടേം ഉണ്ടോ? ബാക്കിയുള്ളവരൊക്കെ 0 ആയാലും കുഴപ്പമില്ല. x²ൻ്റെ കൂടെ വരുന്ന a 0 ആകരുത്. അതാണ് ax² + bx + c = 0, a ≠ 0, a 0 ആകത്തില്ല. a 0 ആയാലും സെക്കൻഡ് ഡിഗ്രി അല്ലാതായി മാറും. ഓക്കെ, ഇതൊരു ഇക്വേഷൻ ആണെന്ന് നോക്കിയാണതേ. നമ്മൾ പറഞ്ഞത് വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈക്വൽ സൈൻ ഉണ്ട്, വേരിയബിൾ ടേമും ഉണ്ട്. അപ്പോൾ എന്താണ്? ഇക്വേഷനാണ്. ഇതേത് ഡിഗ്രി ആണെന്ന് നോക്കാമല്ലോ. എക്സ് അല്ലെങ്കിൽ അവിടുത്തെ വേരിയബിളിൻ്റെ പവർ, എക്സിൻ്റെ പവറായി ഒന്നുമില്ലെങ്കിൽ പവർ 1 അല്ലേടാ. അപ്പോൾ എക്സിൻ്റെ പവർ 1 ആണ്. ഇതേത് ഡിഗ്രിയാണ്? ഫസ്റ്റ് ഡിഗ്രിയാണ്. ഓക്കെ മക്കളെ, ഇനി ഇവിടെ ഈ എക്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് മാക്സിൽ എക്സ് വൈ അങ്ങനെ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നവരോടാ. നമുക്ക് അറിയാത്ത ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ അൺനോൺ ക്വാണ്ടിറ്റീസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എക്സ് വൈ അല്ലെങ്കിൽ അതേപോലത്തുള്ള ലെറ്ററുകൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് അറിയാത്തൊരു ക്വാണ്ടിറ്റി. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 8ലും 9ലൊക്കെ നമ്മൾ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ സാറിൻ്റെ പ്രായത്തേക്കാൾ
ഒരാളുടെ പ്രായം 4 വയസ്സ് കൂടുതലാണെന്ന് പറയുക. അപ്പോൾ സാറിൻ്റെ പ്രായത്തേക്കാൾ 4 വയസ്സ് കൂടിയ ഒരാൾ. അപ്പം സാറിൻ്റെ പ്രായത്തിനെ എക്സ് എന്ന് വിളിക്കും നമ്മൾ. അറിയാത്തൊരു, എൻ്റെ പ്രായം നിങ്ങൾക്ക് അറിയത്തില്ല, അപ്പോൾ നിങ്ങൾ എൻ്റെ പ്രായത്തിനെ എക്സ് എന്ന് വിളിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രായം എന്നെക്കാട്ടി 4 കൂടുതലാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയും? x+4. അപ്പോൾ നമ്മൾ അറിയാത്തൊരു ക്വാണ്ടിറ്റിയാണ്, നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യത്തിന് ലെറ്റർ വെച്ച് കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഓൾജിബ്രക്കലി കണക്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ ലെറ്റേഴ്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ വേരിയബിൾസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതോ അറിയാത്തൊരു ക്വാണ്ടിറ്റി, എന്തിൻ്റെയോ ഇരട്ടി, 2 × x, എന്തിൻ്റെയോ ഇരട്ടി, ഏതോ ഒരു എക്സിൻ്റെ ഇരട്ടി, അതിൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 5 കിട്ടുന്നു. ഇതിപ്പോൾ ഒരു നമ്പറാണെന്ന് ആലോചിച്ചാൽ ഏതോ ഒരു നമ്പർ അതിൻ്റെ ഇരട്ടി എടുത്ത് 3 കൂട്ടുമ്പോൾ 5 കിട്ടുന്നു. ഏതാണ് ആ നമ്പർ? ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ്. മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ഇക്വേഷൻസിനും ഒരു ആൻസർ ഉണ്ട് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. എല്ലാ ഇക്വേഷൻസിനും ഒരു സൊല്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു പരിഹാരമുണ്ട്. ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ഡിഗ്രി ആണ്. ഫസ്റ്റ് ഡിഗ്രിയുടെ ഇവിടുത്തെ ആൻസർ, എക്സിന് വരേണ്ട ആൻസർ എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. എന്തിൻ്റെ കൂടെ എന്തിൻ്റെ ഇരട്ടി എടുത്ത് 3 കൂട്ടുമ്പോഴാണ് 5 കിട്ടുന്നതെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അതെ, അപ്പോൾ എക്സ് കാണാൻ 2x = 5, 3 ഇപ്പുറത്ത് വന്നാൽ -3, 2x = 5 - 3 2, x = 2/2, എക്സിൻ്റെ വാല്യൂ 1. നമ്മൾ അറിയത്തില്ല എന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ നമ്മൾ അറിയാതിരുന്ന ആ ഒരു വാല്യൂ വരായിരുന്നു 1 ആണ്. 1 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഇരട്ടി എടുത്ത് 3 ആഡ് ചെയ്യുമ്പോഴാണ് ആൻസർ 5 എന്ന് കിട്ടുന്നത്. 1ൻ്റെ ഇരട്ടിയാണ് 2. ഇപ്പോൾ 2 × 1 + 3, അതാണ് 5 എന്ന് പറയുന്നത്. അപ്പം അവിടെ അൺനോൺ ആയിട്ട് അറിയാതെ കിടന്ന ക്വാണ്ടിറ്റി ഏതായിരുന്നു? ആ ഒരു വാല്യൂ ഏതായിരുന്നു? 1 ആയിരുന്നു. അപ്പോൾ ഈ x = 1, ഇതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. മക്കളെ, ഇത് ഏത് ഡിഗ്രിയാണോ? ഇത് ഫസ്റ്റ് ഡിഗ്രി അല്ലേ? ഈ ഒരു ഫസ്റ്റ് ഡിഗ്രിക്ക് എന്താണ്? ഒരു സൊല്യൂഷൻ ഉണ്ട്. ഒരു സൊല്യൂഷനേ ഉള്ളൂ. ഫസ്റ്റ് ഡിഗ്രികൾക്ക് ഒരു സൊല്യൂഷനേ ഉള്ളൂ. ഫസ്റ്റ് ഡിഗ്രിയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനും സിമ്പിളാണ്, പെട്ടെന്ന് ഇതെല്ലാം സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേ സ്ഥാനത്ത് നമ്മളൊരു വേറൊരു ഇക്വേഷൻ എഴുതുകയാണിത്, x² + 2x + 1 = 0. ഇവിടെ എക്സ് നമുക്ക് അറിയാത്തൊരു ക്വാണ്ടിറ്റി അല്ലേ? ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുന്നു, പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു? അതേ നമ്പറിൻ്റെ ഇരട്ടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു, പ്ലസ് 1ഉം കൂടെ ആഡ് ചെയ്യുന്നു. ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ, അതാണ് x². ഞാൻ പറഞ്ഞ് നമ്മൾ അറിയാത്തതിനാണ് ലെറ്റേഴ്സ് കൊടുക്കുന്നത്. ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ, അതിൻ്റെ കൂടെ ആ നമ്പറിൻ്റെ, ആ എക്സ് തന്നെയാണ് നമ്പർ, ആ നമ്പറിൻ്റെ ഇരട്ടി എടുക്കുന്നു, പിന്നെ 1ഉം ആഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ആൻസർ 0 ആണ്. ഏതാണ് ആ നമ്പർ? ഇവിടെ പെട്ടെന്ന് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ പറഞ്ഞ പോലെ ഇവിടെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് വഴിയാണ് നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശവും. ഫസ്റ്റ് ഡിഗ്രികൾ നമ്മൾ 8ലും 9ലൊക്കെ പഠിച്ചാൽ ഇതുപോലെ പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. മക്കളെ, സെക്കൻഡ് ഡിഗ്രി അങ്ങനെ പെട്ടെന്ന് നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ചില സെക്കൻഡ് ഡിഗ്രികൾ എന്നാൽ സോൾവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അത് സാറൊരു എക്സാമ്പിളോടെ കാണിച്ചു തരാം. ഇപ്പോൾ ഇതുപോലുള്ള സെക്കൻഡ് ഡിഗ്രികൾ വരുമ്പം അത് കാണുമ്പോൾ മനസ്സിലാവും സെക്കൻഡ് ഡിഗ്രി ആണെന്ന്. എക്സിൻ്റെ മാക്സിമം പവർ 2 ആണ്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്, ഈക്വൽ സൈനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. നമ്മളെ പഴയ ടെക്സ്റ്റിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡും ഉണ്ടായിരുന്നു, ക്വാഡ്രാറ്റിക് മെത്തേഡും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പുതിയ ടെക്സ്റ്റിൽ, നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഒരു മെത്തേഡേ കാണിക്കുന്നുള്ളൂ, സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. ആ ഒരു മെത്തേഡ് വെച്ചാണ് നമ്മൾ ആ ടെക്സ്റ്റിലുള്ള ഫുൾ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ എഴുതുന്നത്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് പറയാം. അതിന് മുമ്പ് ഒരു എക്സിൻ്റെ പവർ അല്ലെങ്കിൽ വേരിയബിളിൻ്റെ പവർ 2 വരുമ്പോൾ അല്ലേ സെക്കൻഡ് ഡിഗ്രി. ഇപ്പം x² = 25. ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ 25 ആണ്. ഈക്വൽ സൈൻ ഉണ്ട്, വേരിയബിളും ഉണ്ട്. അപ്പോൾ ഇതൊരു എന്താണ്? ഈക്വൽ സൈനും ഉണ്ട്, വേരിയബിളും ഉണ്ടെങ്കിൽ അതൊരു ഇക്വേഷനായി. ഇനി അവിടെ വന്നേക്കുന്ന വേരിയബിളിൻ്റെ പവർ, മാക്സിമം പവർ അല്ലെങ്കിൽ ആ ഒരു വേരിയബിളേ ഉള്ള എക്സ് എന്ന് പറയുന്നത്, അതിൻ്റെ പവർ 2 ആണ്. പവർ 2 വന്നാൽ എന്ത് ഡിഗ്രി? സെക്കൻഡ് ഡിഗ്രി. അപ്പോൾ ഇതുകൊണ്ട് ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് നമ്മൾ എഴുതിയേക്കുന്നത്. x² = 25. എടാ, x² 25 എന്ന് പറഞ്ഞാൽ ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ 25. അപ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഏതിൻ്റെ സ്ക്വയറാണ് 25? ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ് 25 വരുന്നത്? പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ 5 ആണ് വരുന്നത്. 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വിലയായിട്ട് 5 വരും. ഓക്കെ, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5ൻ്റെ സ്ക്വയർ മാത്രമല്ല 25. മക്കളെ, -5ൻ്റെ സ്ക്വയറും 25 ആണ്. x = -5. അപ്പം x = 5 മാത്രമല്ല ആൻസർ, x = -5. അത് കാണിച്ചു തരാം. ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ 25 എന്നല്ലേ? 5ൻ്റെ സ്ക്വയർ 25 ആണ്. കാരണം 5 × 5 25 ആണ് ആൻസർ. ഓക്കെ,
എന്നാൽ -5ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ -5 ഇൻറ്റു -5 5 ഇൻറ്റു 5 25 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. മക്കളെ -5ൻ്റെ സ്ക്വയറും 25 ആണ്, 5ൻ്റെ സ്ക്വയറും 25 ആണ്. ഓക്കെ, അപ്പം ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ 25 എന്ന് പറഞ്ഞാൽ അതേതാ? ഒന്നില്ലെങ്കിൽ ആ നമ്പർ 5 ആകാം, അല്ലെങ്കിൽ -5 ആകാം. ഇത് എന്ത് ഡിഗ്രിയാണ്? സെക്കൻഡ് ഡിഗ്രി അല്ലേ? സെക്കൻഡ് ഡിഗ്രിക്ക് എത്ര ആൻസർ ഉണ്ട്, എത്ര സൊല്യൂഷൻ ഉണ്ട്? 2 സൊല്യൂഷൻ. ഫസ്റ്റ് ഡിഗ്രിക്കാ ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ഒരു സൊല്യൂഷൻ, സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ 2 സൊല്യൂഷൻ, തേർഡ് ഡിഗ്രി ആണെങ്കിൽ 3 സൊല്യൂഷൻ. തേർഡ് ഡിഗ്രി ഒന്നും നമുക്ക് അങ്ങോട്ട് ചെയ്യാനില്ല, സെക്കൻഡ് ഡിഗ്രിയേ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രോബ്ലങ്ങളിലെല്ലാം, ഈ ചാപ്റ്റർ ചെയ്യുന്ന എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് എത്ര സൊല്യൂഷൻ വരും? 2 സൊല്യൂഷൻ അല്ലെങ്കിൽ 2 പരിഹാരം വരും. മക്കളെ അപ്പം ഒരു സെക്കൻഡ് ഡിഗ്രി എന്താണെന്നും അതിൻ്റെ ജനറൽ ഫോം എന്താണെന്നും ഒരു സെക്കൻഡ് ഡിഗ്രിക്ക് എത്രയാണ് 2 സൊല്യൂഷൻ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ച്. ഇനി ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന 2 മെത്തേഡുകളുണ്ട്. അതിൽ ഒരു മെത്തേഡ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുള്ളൂ, അത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡാണ്, അല്ലെങ്കിൽ വർഗ്ഗത്തികവ് എന്ന് പറയും. മലയാളത്തിൽ വർഗ്ഗത്തികവ് അല്ലെങ്കിൽ വർഗ്ഗം പൂർത്തിയാക്കൽ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. അപ്പം ആ ഒരു മെത്തേഡ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അടുത്തൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ഈ ഒരു വീഡിയോ കണ്ട് അതിൻ്റെ നോട്ടെല്ലാം എഴുതി വെക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് എങ്ങനെ സോൾവ് ചെയ്തെടുക്കാം, സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ ഒരു സൊല്യൂഷനേ ഉള്ളൂ, സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ എത്ര സൊല്യൂഷൻ കാണും? 2 സൊല്യൂഷൻ കാണും. നമ്മളത് കാണിച്ചു തന്നെ ചെറിയ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കാണിച്ചു തന്ന്. ഇനി വലിയ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് വന്നാൽ, നോർമൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് കുറച്ച് വലിയ ഇക്വേഷൻസ് ഒക്കെ വന്നാൽ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്, ഏത് മെത്തേഡ് ഉപയോഗിച്ച്, സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.